ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റേഷനറി ഓർഗനൈസർ ഉണ്ടാക്കാം. സ്റ്റേഷനറി ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണിത്. അപ്പോൾ കുട്ടികളുടെ പേന, പെൻസില്, കളറ്, പശ ഇതൊക്കെ അവിടെ ഇവിടെ വലിച്ച് വാരിയിടുന്ന പകരം ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലിൻ്റെ പടം വരും, അതും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കൂ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഓർഗനൈസർ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ പാസ്തിക വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാക്കറ്റാണ് ഉള്ളത് വെച്ചെങ്കിൽ, ഏത് ബോക്സാണ് വെച്ചെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഒരേ സൈസിലുള്ളതാണ്, ഒന്ന് വലുതാണ്. പിന്നെ ഇതിലേക്ക് ഇതുപോലത്തെ സ്റ്റിക്കർ വേണം. പിന്നെ വേണ്ടത് ക്രാഫ്റ്റ് പേപ്പറാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ 2 ചട്ട വേണം. 2 കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ പീസ് ഉണ്ടല്ലോ ബോക്സ്, അതിൻ്റെ നമ്മൾ പൊട്ടിച്ച വശം ഒട്ടിച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കണം. എന്നിട്ട് ഇതേപോലെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ 2 വശത്ത് 2 ബോക്സ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ബോക്സ് നമ്മൾ നോട്ടീസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ആ വരവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു ബോക്സ്. ഇനി മറ്റേ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ വലുപ്പം ചെറുതാക്കാം. ഞാനിവിടെ ചെറുതാക്കുന്നില്ല, അതേ ആ ഒരു വലുപ്പത്തിൽ എൻ്റെ മുകളിലത്തെ അതൊന്ന് കട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഇതേപോലെ അത് കട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് 3 പീസും കൂടിയും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒട്ടിച്ചിട്ട് പേപ്പർ ഒട്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പക്ഷേ എനിക്കത് അങ്ങനെ ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഞാൻ ഓരോന്നിലും പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ ഓരോ കള്ളികളാക്കി എടുക്കാം. അപ്പോൾ ഓരോന്നിലും ഓരോന്ന് ഇട്ട് വെക്കാമല്ലോ. എന്നിട്ട് ഇത് 3 കൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ട് പേപ്പർ ഒട്ടിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിത് ഓരോ ബോക്സുമേലും പേപ്പർ ഒട്ടിച്ചിട്ടാണ് പിന്നെ മൊത്തത്തിൽ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബോക്സുമിലും ഇതേപോലത്തെ ക്രാഫ്റ്റ് പേപ്പറാണ് ഞാൻ ഒട്ടിക്കണത്. നല്ല ഭംഗിയുള്ള കളറാണെങ്കിൽ ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ ബോക്സുമിലും ഒട്ടിക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. അപ്പോൾ ഇനി ഓരോ ബോക്സുമിലും ഒട്ടിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കണത്. ഇത് ഗ്ലൂ ഗൺ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും. പക്ഷേ അതിനേക്കാൾ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് എളുപ്പം ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഒട്ടിക്കാം. അതെല്ലാം അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ഓരോ പാർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ചട്ട അതും കൂടി ഒന്ന് പേപ്പർ ഒട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാം.
അപ്പോൾ അതും ഞാനവിടെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഞാൻ നേരത്തെ 2 പാർട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്നിൽ സ്കെയിൽ അതുപോലത്തെ ഒക്കെ ഇട്ട് വെക്കാമല്ലോ. അപ്പോൾ എന്നാലും ഒരു കള്ളി മതി എന്ന് വെച്ചിട്ട് ഒന്നേ ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഇതുപോലെ സ്റ്റേഷനറി ഓർഗനൈസർ ഉണ്ടാക്കാം. നിങ്ങളെ കയ്യിൽ ഏത് ബോക്സാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല, വെറുതെ വലിച്ചെറിയും. അപ്പോൾ കുട്ടികൾക്കും തന്നെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കിതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അവർക്കും അവരുടെ സാധനങ്ങളൊക്കെ, അവരുടെ പെൻസിൽ ബോക്സ്, കളർ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ അവർക്കും തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. നമുക്കും തന്നെ അതൊരു എളുപ്പമാണ്. നമുക്ക് എല്ലായിടത്തും പോയി അവരുടെ പെൻസിലും കളറും തപ്പാൻ നിൽക്കണ്ടല്ലോ. ഇത് എവിടെ എന്ത് സാധനം എവിടെ വെച്ചാലും അവർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓരോ ബോക്സിലും എല്ലാം ഇട്ട് വെക്കാം. ഇതിലിപ്പോൾ ഞാൻ സ്കെയിലിട്ട് വെച്ചു. ഇനി കുറച്ച് റബ്ബറാണ്, അത് ഇതിലും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കളറ്, പേന, പെൻസില് അതൊക്കെ നമുക്ക് ഈ വലിയ ബോക്സിലിടാം. പിന്നെ കുഞ്ഞു പെൻസിൽ നമുക്ക് ഇതിലിട്ട് വെക്കാം. പിന്നെ ഇത് പശയാണ്, അതൊക്കെ ഇതിലിടാം. ബോക്സ്, പിന്നെ കുട്ടികളുടെ CD ഒക്കെ ഉണ്ടാവുമല്ലോ, CD, അവരുടെ എന്തെങ്കിലും അത്യാവശ്യമുള്ള നോട്ടീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് വെക്കാം. അപ്പോൾ കുട്ടികൾക്കും ഇതുപോലെയൊക്കെ ഇട്ട് വെക്കാൻ കാണുമ്പോൾ അവർക്ക് സന്തോഷമാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.